സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ മെയ് മാസത്തിൽ 2 മാസത്തെ ക്ഷേമ പെൻഷനാണ് അനുവദിച്ചിരിക്കുന്നത്. ഈ മാസം 15-ന് ശേഷമായിരിക്കും വിതരണ നടപടികൾ ആരംഭിക്കുക. ഒരു മാസത്തെ കുടിശ്ശികയും മെയ് മാസത്തെ ഗഡുവും കൂടി ചേർത്ത് 3200 രൂപയാണ് 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുക. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഈ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും. ഇതോടൊപ്പം തന്നെ PM കിസാന്റെ 20ാമത്തെ ഗഡുവാണ് ഇനി ലഭിക്കാനുള്ളത്. 20ാമത്തെ ഗഡു വിതരണത്തെക്കുറിച്ചിട്ടുള്ള ഏറ്റവും പുതിയ അറിയിപ്പ് എത്തിച്ചേർന്നിട്ടുണ്ട്. 20ാമത്തെ ഗഡു കാത്തിരിക്കുന്നവർ PM കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ eKYC അതേപോലെ ആധാർ, ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കൽ, ലാൻഡ് സീഡിംഗ് എന്നിവ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് ഉറപ്പാക്കേണ്ടതാണ്. ഇവ മുടങ്ങിയ ആളുകൾക്കാണ് 19ാമത്തെ ഗഡു ലഭിക്കാതെ പോയിട്ടുള്ളത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. PM കിസാന്റെ 20ാം ഗഡു വിതരണ പട്ടിക വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പദ്ധതികൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകർക്കോ പുതുതായി അപേക്ഷിച്ച കർഷകർക്കോ 20ാമത്തെ ഗഡുവിന്റെ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. PM കിസാന്റെ വെബ്സൈറ്റിൽ ബെനിഫിഷ്യറി ലിസ്റ്റ് ചെക്ക് ചെയ്യാനും സാധിക്കും. മെയ് മാസം അവസാനത്തോടു കൂടിയായിരിക്കും PM കിസാന്റെ 20ാമത്തെ ഗഡുവിന്റെ വിതരണം നടക്കുക. മറ്റൊരറിയിപ്പ്, KSRTCക്ക് സർക്കാർ സഹായമായി 103.24 കോടി രൂപ കൂടി അനുവദിച്ചുവെന്ന് മന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. പെൻഷൻ വിതരണത്തിനായി 73.24 കോടി രൂപയും മറ്റ് കാര്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായമായി 30 കോടി രൂപയുമാണ് അനുവദിച്ചത്. ഈ സർക്കാരിന്റെ കാലത്ത് 6307 കോടിയോളം രൂപയാണ് KSRTCക്ക് സർക്കാർ സഹായമായി അനുവദിച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ആകെ 1612 കോടി രൂപ നൽകി. ബജറ്റിൽ അനുവദിച്ചിരുന്ന 900 കോടി രൂപയ്ക്ക് പുറമെ 676 കോടി രൂപ അധികമായി നൽകിയെന്നും മന്ത്രി അറിയിച്ചു. അതേസമയം ആശാ വർക്കർമാരുടെ 2 മാസത്തെ ഓണറേറിയം ഉടൻ നൽകും. ഇതിനായി 51.26 കോടി രൂപ അനുവദിച്ച് കഴിഞ്ഞ ദിവസം ഉത്തരവിറങ്ങി. വൈകാതെ തുക ആശാ വർക്കർമാരുടെ അക്കൗണ്ടിലെത്തും. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.